സബ് വേയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഈ വഴിക്ക് കടക്കരുത് എന്ന റെയിൽവേയുടെ മുന്നറിയിപ്പ് ബോർഡാണ് നമ്മൾ കാണുന്നത്. ഇത് എവിടെയാണെന്നല്ലേ? ചുണ്ണാമ്പുതറയിൽ നിന്നും ശംഖുവാരമേട് റെയിൽ പാളത്തിന് അടികൂടെ പോകുന്ന സബ് വേ ആണ് നമ്മൾ കാണുന്നത്. ഇത് എത്തിച്ചേരുന്നത് ചാത്തപുരത്താണ്. ഈ സബ് വേയിൽ ഒട്ടേറെ ചളിവെള്ളമാണ് നിറഞ്ഞു കിടക്കുന്നത്. മഴക്കാലമായാൽ മുട്ടിനൊപ്പം വെള്ളം നിറഞ്ഞ് പരിസരവാസികൾക്കും എല്ലാം തന്നെ ശല്യമാണ്. ഈ വെള്ളക്കെട്ട് മാറ്റാനുള്ള സൗകര്യം ഒരുക്കാതെ വെള്ളം കണ്ടാൽ ഈ വഴിക്ക് കടക്കരുത് എന്ന മുന്നറിയിപ്പ് ബോർഡ് വെച്ച് റെയിൽവേ മുങ്ങിയിരിക്കുകയാണ്. പരിസരവാസികളുടെ വീടുകളിലേക്കും മഴക്കാലത്ത് വെള്ളം നിറയുന്നുണ്ട്. ഈ സബ് വേയുടെ പണിയുടെ അശാസ്ത്രീയതയാണ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ള അഴുക്ക് വെള്ളമാണ് ഇവിടെ നടക്കുന്നത്. ഇതിലൂടെ നടന്നു പോകാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നടന്നു പോവുകയാണെങ്കിൽ കാലിലൂടെ വല്ല സാംക്രമിക രോഗങ്ങൾ പകരുമെന്നും ജനങ്ങൾ പേടിച്ചുകൊണ്ടാണ് ഈ വഴിക്ക് പോകുന്നത്. വാഹനങ്ങളാണെങ്കിൽ കടന്നു പോകുമ്പോൾ ചെളി തെറിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതിനൊരു പരിഹാരം അധികൃതർ കണ്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. എത്രയും പെട്ടെന്ന് ഈ സബ് വേയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൻ്റെ അംശം പോകാവുന്ന രീതിയിൽ ചെയ്യണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുകയാണ്. ഈ മുത്തശ്ശി പറയുന്നത് ഇവരുടെ വീടുകളിലേക്കെല്ലാം മഴക്കാലം വന്ന വെള്ളം കയറിപ്പോകുമെന്നാണ് പറയുന്നത്. അതും അഴുക്ക് വെള്ളം. അപ്പുറത്തെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം പോലും ചില സമയങ്ങളിൽ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. ഇതെന്തേ അധികൃതർ ശ്രദ്ധിക്കാത്തത്? നഗരസഭ എന്താണ് ശ്രദ്ധിക്കാത്തത്? നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിന് ഇതിന് ഉത്തരവാദിത്വമില്ലേ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. ഈ അഴുക്കുവെള്ളം കണ്ടാൽ തന്നെ അറിയാം, കറുകറുത്ത് കിടക്കുന്ന അഴുക്കുവെള്ളം. ഇതാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ അഴുക്ക് വെള്ളത്തിനോടൊപ്പം മഴവെള്ളം മിക്സായിട്ട് വീടുകളിലേക്ക് കയറുന്നു എന്ന് പറയുന്നു. മാത്രമല്ല, മുട്ടിനൊപ്പം വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതിലൂടെയുള്ള സഞ്ചാരവും യോഗ്യമല്ലാതെ കിടക്കുകയാണ്. എന്താണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം മിണ്ടാതിരിക്കുന്നത്? അവർക്ക് ഉത്തരവാദിത്വമില്ലേ? നഗരത്തിലെ ഈ പ്രദേശത്തുള്ളവർക്ക് സാംക്രമിക രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടും അവരെന്തേ മൗനം പാലിക്കുന്നതെന്ന് പരിസരവാസികളും നാട്ടുകാരും ചോദിക്കുന്നു.